വെൽക്കം ടു KPSC 2.0. നമ്മൾ കുറച്ച് ദിവസമായി കഴിഞ്ഞ ദിവസം നടന്ന LGS എക്സാം 62/2026 ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി, അവയെല്ലാം പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം 12. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇതൊരു കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ശരിയായ ഉത്തരം എന്താണ്? ശരിയായ ഉത്തരം ആർ വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ 16ാമത്തെ അറ്റോർണി ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിക്കപ്പെട്ടത്. KK വേണുഗോപാലിന് ശേഷമാണ് അദ്ദേഹം ഈ പദവിയിൽ എത്തുന്നത്. അപ്പൊ ഇന്ത്യയുടെ 15ാമത്തെ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ. ഇന്ത്യയുടെ 16ാമത്തെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമോദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലാണ് MC സെതൽവാദ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 13. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ശരിയായ ഉത്തരം നമുക്ക് നോക്കാം. ഇതും ഒരു കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ശരിയായ ഉത്തരം ജ്ഞാനേഷ് കുമാർ ആണ്. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. രാജീവ് കുമാറിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ നിയമനം നടന്നിരിക്കുന്നത് 2025 ഫെബ്രുവരി മാസത്തിലായിരുന്നു. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. അത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ഇതും പലതവണ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം സുകുമാർ സെൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ അധികാര കാലാവധി. അപ്പൊ ഇത്രയാണ് നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കുറിച്ച് പഠിച്ചത്. ഇപ്പൊ കണ്ട 2 ചോദ്യങ്ങളും കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങളായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 14. ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? ഉത്തരം അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സതി, അയിത്തം, ബഹുമതികൾ, അടിമത്തമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബഹുമതികളാണ്. ആർട്ടിക്കിൾ 18 പറയുന്നത് ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. സൈനികമോ അക്കാദമികമോ അല്ലാത്ത മറ്റെല്ലാ ബഹുമതികളും നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 17 അയിത്തം നിർത്തലാക്കൽ അല്ലെങ്കിൽ അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ് പറയുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞ് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇതും പലതവണ ചോദ്യമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 16 പറയുന്നു പൊതു തൊഴിലിൽ തുല്യ അവസരത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എപ്പോഴും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ്. വിട്ടുകളയാതെ തന്നെ പഠിച്ചോണം. അടുത്ത ചോദ്യം 15. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അപ്പം ലക്ഷ്യപ്രമേയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും ഷുഗർ ആയിട്ടുള്ള ഒരു 1 മാർക്കാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അറിയാം. എന്താണ് ശരിയായ ഉത്തരം? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ഈ പ്രമേയം അംഗീകരിച്ചു.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ലക്ഷ്യപ്രമേയം ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ്, കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം 16. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ഉത്തരങ്ങളായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളായി കൊടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടന, ഫ്രഞ്ച് ഭരണഘടന, ഐറിഷ് ഭരണഘടന, US ഭരണഘടന. ഏതാണ് ശരി ഉത്തരം? ശരി ഉത്തരം US ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളെ പറ്റി പറയുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നത്. അപ്പം നമുക്ക് ആശയങ്ങളും അവ കടമെടുത്ത രാജ്യങ്ങളെ പറ്റി പെട്ടെന്നൊന്ന് പഠിക്കാം. മൗലികാവകാശങ്ങൾ, ആമുഖം, ഇംപീച്ച്മെന്റ് തുടങ്ങിയവ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. പാർലമെന്ററി സമ്പ്രദായം, ഏക പൗരത്വം, റിട്ടുകൾ ഇവ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവ എവിടെയാണ് പറയുന്നത്? ആമുഖത്തിലെ പ്രധാന ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇവ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നുമാണ്. അപ്പം ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം 17. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 51A 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇത് അല്ലെങ്കിൽ മൗലിക കടമകൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൻസിംഗ് കമ്മിറ്റി. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 300A എന്ന് പറയുന്നത് സ്വത്തവകാശമാണ്. ആർട്ടിക്കിൾ 19 6 തരം സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിലെ പാർട്ട് 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്ന്, അല്ലെ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ബാക്കി ഉറപ്പായി നമ്മൾ തുടരും. ബാക്കി ചോദ്യങ്ങളും വിശദമായ വിശകലനവുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. കാരണം 10th പ്രിലിംസ് ഒക്കെ ഇതാ എത്തി, ഈ ആഴ്ചയാണ്. അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക്